നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. ഇന്ന് 2026 ഓഗസ്റ്റ് മാസം 10-ാം തീയതി തിങ്കളാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും തുടർന്നുള്ള ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകൾ, അറിയിപ്പുകൾ എന്തൊക്കെയെന്നാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. എല്ലാ പ്രേക്ഷകരും പൂർണ്ണമായിട്ട് ഈ അപ്ഡേറ്റുകൾ ശ്രദ്ധിക്കുക. നിങ്ങളെല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് എല്ലാ പ്രേക്ഷകരിലേക്കും മറക്കാതെ ഷെയർ ചെയ്ത് എത്തിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റ് നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. ഏറ്റവും ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്തെ വിവിധ രോഗങ്ങൾ മൂലമുള്ള സാമ്പത്തിക പ്രയാസങ്ങളും വെല്ലുവിളികളുമൊക്കെ നേരിടുന്നവർക്ക് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് CMDRF ധനസഹായത്തിനായിട്ട് അപേക്ഷിക്കാനുള്ള അവസരമുണ്ട്. കഴിഞ്ഞ മാസങ്ങൾ വരെ ലഭിച്ച അപേക്ഷകളെല്ലാം തന്നെ സംസ്ഥാന സർക്കാർ ഇതിനോടകം തന്നെ നടപടി പൂർത്തിയാക്കുകയും അർഹരായവരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ആനുകൂല്യ തുക നേരിട്ട് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെൻ്ററുകൾ, മറ്റ് ജനസേവന കേന്ദ്രങ്ങൾ എന്നിവ വഴിയൊക്കെ തന്നെ പൊതുജനങ്ങൾക്ക് ഈ ഒരു ധനസഹായത്തിനായിട്ട് വളരെ എളുപ്പത്തിൽ അപേക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. ഇതിനായിട്ട് വരുമാന സർട്ടിഫിക്കറ്റ്, നിങ്ങളുടെ റേഷൻ കാർഡ്, അതോടൊപ്പം തന്നെ മെഡിക്കൽ ബോർഡ് സാക്ഷ്യപത്രം അല്ലെങ്കിൽ ചികിത്സാ രേഖകൾ, ബാങ്ക് പാസ്ബുക്ക് വിവരങ്ങൾ എന്നിവയ്ക്കൊപ്പം അപേക്ഷകൻ്റെ നിലവിൽ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പറും ഇമെയിൽ ID യും നിർബന്ധമായിട്ട് നൽകേണ്ടതുണ്ട്. അപേക്ഷ സമർപ്പിച്ചു കഴിഞ്ഞാൽ അപ്ഡേഷനുകൾ അറിയുന്നതിനും അതോടൊപ്പം തന്നെ അപേക്ഷയുടെ നിലവിലത്തെ സ്റ്റാറ്റസ് ട്രാക്ക് ചെയ്യുന്നതിനുമായിട്ട് ഒരു ടോക്കൺ നമ്പർ ലഭിക്കും. നമ്മൾ നൽകുന്ന വിവരങ്ങളിൽ ഫീൽഡ് തലത്തിലുള്ള പരിശോധനയും ഭൗതിക പരിശോധനകളും കൃത്യമായിട്ട് നടക്കും. തുടർന്ന് ഇതിൽ അർഹരാണെന്ന് കണ്ടെത്തുന്ന വ്യക്തികളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് സർക്കാർ ധനസഹായ തുക നേരിട്ട് എത്തിച്ചു നൽകുന്നതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് പാചകവാതക സിലിണ്ടർ വിതരണവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര എണ്ണ കമ്പനികൾ പുതിയ നിബന്ധനകൾ കടുപ്പിച്ചതോടെ ഉപയോക്താക്കൾ കടുത്ത ദുരിതത്തിലായിരിക്കുകയാണ്. ഗ്യാസ് ബുക്ക് ചെയ്ത് 2 ദിവസത്തിനുള്ളിൽ വിതരണം നടത്താൻ കഴിഞ്ഞില്ലെങ്കിൽ ബുക്കിംഗ് കമ്പനികൾ സ്വയം അത് റദ്ദാക്കുന്ന പുതിയ സംവിധാനമാണ് നടപ്പിലാക്കിയിരിക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനവും പ്രാദേശിക തടസ്സങ്ങളും കാരണം പലപ്പോഴും കൃത്യസമയത്ത് സിലിണ്ടർ എത്തിക്കാൻ കഴിയാത്ത അവസ്ഥയിലാണ്. ഇതുമൂലം ദിനംപ്രതി ആയിരക്കണക്കിന് ബുക്കിങ്ങുകളാണ് റദ്ദാക്കപ്പെടുന്നത്. വരാനിരിക്കുന്ന ഓണക്കാലത്ത് ഇത് രൂക്ഷമായ ഗ്യാസ് ക്ഷാമത്തിന് വഴിവെക്കുമെന്ന ആശങ്കയും ഉയരുന്നുണ്ട്. ആളില്ലാത്തതിൻ്റെ പേരിൽ ബുക്കിംഗ് റദ്ദാകുന്നത് ഒഴിവാക്കാൻ ഏജൻസിയിൽ നേരിട്ടെത്തിയോ അല്ലെങ്കിൽ മറ്റാരെയെങ്കിലും പണം ഏൽപ്പിച്ചോ സിലിണ്ടർ കൈപ്പറ്റാനാണ് ഇപ്പോൾ വിതരണക്കാർ നൽകുന്ന നിർദ്ദേശം. ഇതിനു പുറമെ ഗാർഹിക സബ്സിഡിയും മറ്റ് ആനുകൂല്യങ്ങളും തുറന്നു ലഭിക്കുന്നതിനായിട്ട് ഇന്ത്യൻ, ഭാരത്, HP ഉപഭോക്താക്കൾ ഓഗസ്റ്റ് 15-നകം ആധാർ അധിഷ്ഠിത eKYC മസ്റ്ററിംഗ് നിർബന്ധമായിട്ട് പൂർത്തിയാക്കണമെന്നും കമ്പനികൾ അറിയിച്ചു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഗ്യാസ് കണക്ഷൻ ഉടമകൾ തന്നെയാണ് സിലിണ്ടർ ഉപയോഗിക്കുന്നതെന്ന് ഉറപ്പാക്കാനാണ് ഈ ഒരു നടപടി. ഗ്യാസ് ഏജൻസികൾ, അക്ഷയ അല്ലെങ്കിൽ CSC സെൻ്ററുകൾ, കമ്പനി ആപ്പുകൾ, ഡെലിവറി ജീവനക്കാരുടെ ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ വഴി ഈ മസ്റ്ററിംഗ് നടത്താൻ സാധിക്കും. സംശയങ്ങൾക്ക് 1800-233-555 എന്ന ടോൾ ഫ്രീ നമ്പറിൽ ബന്ധപ്പെടാം. കൂടാതെ സുരക്ഷാ മുൻകരുതലിൻ്റെ ഭാഗമായിട്ട് 236 രൂപ നിരക്കിൽ ഗ്യാസ് ഏജൻസികൾ നടത്തുന്ന വീടുകളിലെ പരിശോധനകളോടെ പൊതുജനങ്ങൾ സഹകരിക്കണമെന്നും അധികൃതർ ഇവിടെ നിർദ്ദേശിക്കുന്നുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, വൈദ്യുതി ബിൽ കുടിശ്ശിക തീർപ്പാക്കാനായിട്ട് ഉപഭോക്താക്കൾക്കായിട്ട് വമ്പൻ ഇളവുകളുമായി KSEB. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയിലൂടെ 2 വർഷത്തിൽ കൂടുതൽ പഴക്കമുള്ള കുടിശ്ശികകൾ ഇനി വളരെ എളുപ്പത്തിൽ അടച്ചു തീർക്കാൻ സാധിക്കും. ഒക്ടോബർ 31 വരെയാണ് ഉപഭോക്താക്കൾക്ക് ഈ ഒരു ആനുകൂല്യം ലഭ്യമാകുന്നത്. ഈ പദ്ധതി പ്രകാരം 10 വർഷത്തിലധികം പഴക്കമുള്ള കുടിശ്ശിക തുകയുടെ നിലവിലുള്ള 18% പലിശ 8% കുറയും. 5 മുതൽ 10 വർഷം വരെയുള്ള കുടിശ്ശികകൾക്ക് 7%, 2 മുതൽ 5 വർഷം വരെയുള്ളവയ്ക്ക് അവ 6% പലിശയും നൽകിയാൽ മതിയാകും. കൂടാതെ ഈ പലിശ തുക അത് 6 മാസത്തെ തുല്യഗഡുക്കളായിട്ട് അടയ്ക്കാനും അവസരമുണ്ട്. കുടിശ്ശികയായ അസൽ തുകയും പ്രിൻസിപ്പൽ എമൗണ്ട് അത് കുറച്ച പലിശ തുകയും ചേർത്ത് ഒറ്റത്തവണയായിട്ട് അടയ്ക്കുന്നവർക്ക് അസൽ തുകയിൽ നിന്ന് 5% അധിക ഇളവും ലഭിക്കുന്നതാണ്. റവന്യൂ റിക്കവറി നേരിടുന്നതോ കോടതി കേസുകളിലൊക്കെ ഉള്ളതോ ആയിട്ടുള്ള കുടിശ്ശികകളും കേബിൾ TV ഉടമകളുടെയൊക്കെ തന്നെ പോസ്റ്റ് വാടക കുടിശ്ശികയും നിബന്ധനകൾക്ക് വിധേയമായി ഈ പദ്ധതിയിലൂടെ തീർപ്പാക്കാവുന്നതാണ്. ലോ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് അതാത് സെക്ഷൻ ഓഫീസുകളിലും, ഹൈ ടെൻഷൻ ഉപഭോക്താക്കൾക്ക് സ്പെഷ്യൽ ഓഫീസർ റവന്യൂ കാര്യാലയത്തിലുമാണ് ഇതിനായിട്ട് ബന്ധപ്പെടേണ്ടത്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, നമ്മുടെ സംസ്ഥാനത്ത് കർഷകർക്കായിട്ട് അവരുടെ കൃഷിഭൂമിയെയും വിളകളെയും ഒക്കെ അടിസ്ഥാനമാക്കി നടപ്പിലാക്കി വരുന്ന പ്രധാനപ്പെട്ട ഒരു കേന്ദ്ര സർക്കാർ വായ്പാ പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ് അഥവാ KCC എന്ന് പറയുന്നത്. സർക്കാർ നൽകുന്ന പ്രത്യേക പലിശ സബ്സിഡി ഉള്ളതുകൊണ്ട് തന്നെ വളരെ കുറഞ്ഞ പലിശ നിരക്കിൽ കർഷകർക്ക് ഇതിലൂടെ തുക ലഭ്യമാകുന്നുണ്ട്. ഈ പദ്ധതി പ്രകാരം ഭൂമി ഈടായിട്ട് നൽകാതെ തന്നെ പരമാവധി 1.5 ലക്ഷത്തിലധികം രൂപ വരെ വായ്പയായിട്ട് ലഭിക്കുമ്പോൾ ആവശ്യത്തിന് ജാമ്യമോ അല്ലെങ്കിൽ ഭൂമിയുടെ രേഖകളോ നൽകുകയാണെങ്കിൽ അതിൽ കൂടുതൽ തുക വായ്പയായിട്ട് നേടിയെടുക്കാനും സാധിക്കും. ഇതൊരു ഹ്രസ്വകാല വായ്പ പദ്ധതി ആയതിനാൽ തന്നെ എല്ലാ വർഷവും ബാങ്ക് മുഖേന അക്കൗണ്ട് പുതുക്കേണ്ടതുണ്ട്. കൂടാതെ ഈ പദ്ധതിയുടെ ഭാഗമായിട്ട് കർഷകർക്ക് നൽകുന്ന പ്രത്യേക ATM കാർഡ് അതുപയോഗിച്ച് തങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ തുക മുഴുവനായോ ഭാഗികമായോ പിൻവലിക്കാൻ സാധിക്കും. ഇതും ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഒരു ക്രെഡിറ്റ് കാർഡ് പോലെ പ്രവർത്തിക്കുന്നതിനാൽ തന്നെ കൈവശം പണം വരുമ്പോൾ തിരികെ അക്കൗണ്ടിലേക്ക് നിക്ഷേപിക്കാനും
അങ്ങനെ പിൻവലിക്കുന്ന തുകയ്ക്ക് മാത്രം പലിശ കണക്കാക്കുന്ന രീതി പ്രയോജനപ്പെടുത്താനും സാധിക്കുന്നതാണ്. ഈ പദ്ധതിയിലേക്ക് അപേക്ഷിക്കാൻ താല്പര്യമുള്ള കർഷകർ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, യൂണിയൻ ബാങ്ക് ഓഫ് ഇന്ത്യ തുടങ്ങിയ പ്രമുഖ ദേശീയവൽക്കരിക്കപ്പെട്ട ബാങ്കുകളെയോ മറ്റ് സഹകരണ ബാങ്കുകളെയോ നേരിട്ട് ബന്ധപ്പെടേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സാമൂഹ്യ സുരക്ഷാ പെൻഷനും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും ഒക്കെ തന്നെ വാങ്ങുന്ന ആളുകൾക്ക് സംസ്ഥാന സർക്കാരിൻ്റെ പുതിയൊരു ഉത്തരവ് വന്നിട്ടുണ്ട്. പെൻഷൻ തുക പൂർണ്ണമായും ബാങ്ക് അക്കൗണ്ടുകൾ വഴി മാത്രം വിതരണം ചെയ്യാനാണ് സർക്കാർ പുതിയ ക്രമീകരണങ്ങളൊക്കെ തന്നെ ആരംഭിച്ചിരിക്കുന്നത്. എന്നാൽ കിടപ്പ് രോഗികൾ, തീവ്ര ഭിന്നശേഷിയുള്ളവർ എന്നിവരെയൊക്കെ തന്നെ ഈ തീരുമാനത്തിൽ നിന്നും താൽക്കാലികമായിട്ട് ഒഴിവാക്കിയിട്ടുണ്ട്. ഇവർക്ക് നിലവിലെ രീതിയിൽ തന്നെ പെൻഷൻ തുക വീടുകളിലേക്ക് എത്തിച്ചു നൽകുന്നതാണ്. കൂടുതൽ സുരക്ഷിതവും സുതാര്യവുമായിട്ടുള്ള മാർഗം എന്ന നിലയിലാണ് പെൻഷൻ വിതരണം അത് ബാങ്ക് അക്കൗണ്ടുകൾ വഴിയാക്കാനായിട്ട് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നത്. ഇതുവഴി പെൻഷൻ വിതരണത്തിലെ അഴിമതി തടയാനും കൃത്യസമയത്ത് തുക ഗുണഭോക്താക്കളിലേക്ക് എത്തിക്കാനും സാധിക്കും. എന്നാൽ ഈ മാറ്റം പെട്ടെന്ന് നിലവിൽ വരില്ല എന്ന കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക. ഈ വരുന്ന ഓണക്കാലത്തും അതോടൊപ്പം തന്നെ തുടർന്നുള്ള മാസങ്ങളിലും സാധാരണ ലഭിക്കുന്നത് പോലെ തന്നെ തുക ലഭിക്കുന്നതായിരിക്കും. നിലവിൽ അക്കൗണ്ടുകൾ വഴി പെൻഷൻ വാങ്ങുന്നവർ പുതുതായിട്ട് അക്കൗണ്ട് എടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. നിലവിലെ അക്കൗണ്ടിൽ തന്നെ തുക എത്തുന്നതായിരിക്കും. വീട്ടിൽ നേരിട്ട് പണമായിട്ട് പെൻഷൻ കൈപ്പറ്റുന്നവർ മാത്രമാണ് പുതിയ ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യേണ്ടത്. നിലവിൽ ഇതിനെക്കുറിച്ചുള്ള ഔദ്യോഗിക അറിയിപ്പുകളോ സമയപരിധിയോ വന്നിട്ടില്ലാത്തതിനാൽ തന്നെ ഇപ്പോൾ ബാങ്ക് അക്കൗണ്ട് എടുക്കാനായിട്ട് ആരും ധൃതി പിടിക്കേണ്ട ആവശ്യമില്ല. ബാങ്ക് അക്കൗണ്ട് തുടങ്ങുന്നതിനായിട്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ആവശ്യത്തിന് സമയവും സാവകാശമൊക്കെ വരുന്ന ആളുകളിൽ തരുന്നതായിരിക്കും. ഏതായാലും സർക്കാരിൻ്റെ നിർദ്ദേശം അത് പുതുതായിട്ട് വരുന്ന ശേഷം മാത്രം പുതിയ അക്കൗണ്ട് എടുക്കുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാകും. ഈ വരുന്ന ഓണം പ്രമാണിച്ച് 2 ഗഡുക്കൾ പെൻഷൻ അത് ഒരുമിച്ച് നൽകുന്ന കാര്യം സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട്. ഓഗസ്റ്റ് 15 ഗുണഭോക്താക്കളുടെയും വിവിധ ക്ഷേമനിധി ബോർഡ് അംഗങ്ങളുടെയും അക്കൗണ്ടുകളിലേക്ക് ഈ ഓണക്കാലത്തെ പെൻഷൻ എത്തിക്കാനാണ് സംസ്ഥാന ഭരണകൂടം ഇപ്പോൾ തയ്യാറെടുക്കുന്നത്. ഏതായാലും വരും മണിക്കൂറുകളിൽ ലഭിക്കുന്ന ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവിനെ ആശ്രയിച്ച് നമുക്ക് ഇതിലൊരു കൂടുതൽ വ്യക്തത ഉണ്ടാവുകയുള്ളൂ. കൂടാതെ പ്രവാസി, നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡുകളിലേക്ക് തന്നെ ദീർഘകാല കുടിശ്ശികകൾ തീർക്കുന്ന കാര്യത്തിലും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അനുകൂലമായിട്ടുള്ള നടപടികൾ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പെൻഷൻ വിതരണത്തിലെ തടസ്സങ്ങളൊക്കെ ഒഴിവാക്കാൻ അർഹരായിട്ടുള്ള എല്ലാ ആളുകളും മസ്റ്ററിംഗ് നടപടികളും വരുമാന സർട്ടിഫിക്കറ്റ് സമർപ്പണവും കാലതാമസം കൂടാതെ പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, സംസ്ഥാനത്ത് ഉത്സവകാല വിലക്കയറ്റം തടഞ്ഞു നിർത്താനും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് കുറഞ്ഞ ചെലവിൽ ആഘോഷങ്ങളൊക്കെ തന്നെ സാധ്യമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് വൻകിട സബ്സിഡി പദ്ധതികളുമായിട്ട് സർക്കാർ ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഓഗസ്റ്റ് 8 മുതൽ ഉത്രാടം വരെയുള്ള 2 ആഴ്ചയിലധികം വരുന്ന ആ ഒരു കാലയളവിൽ സപ്ലൈകോ ഔട്ട്ലെറ്റുകൾ, അതോടൊപ്പം തന്നെ പ്രത്യേക താലൂക്ക് ജില്ലാ ചന്തകൾ, സൂപ്പർ മാർക്കറ്റുകൾ എന്നിവയിലൂടെയൊക്കെ തന്നെ വിപുലമായിട്ടുള്ള വിപണി ഇടപെടലാണ് ഇപ്പോൾ നടപ്പിലാക്കുന്നത്. കാർഡ് മുൻഗണന വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ലഭ്യമാകുന്ന രീതിയിൽ പ്രധാനപ്പെട്ട 13 അത്യാവശ്യ സാധനങ്ങൾ, നിത്യോപയോഗ സാധനങ്ങൾ അതും സബ്സിഡി നിരക്കിലാണ് ഇപ്പോൾ ഒരുക്കിയിട്ടുള്ളത് എന്നതാണ് പ്രധാനം. പൊതുവിപണിയിൽ പൊള്ളുന്ന വിലയിലുള്ള ജയ, മട്ട, പച്ചരിയൊക്കെ അത്തരം ഇനങ്ങളൊക്കെ തന്നെ വെറും 25 രൂപയ്ക്കാണ് നൽകുന്നത്. അതുപോലെ തന്നെ വെളിച്ചെണ്ണ, പയറുവർഗ്ഗങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ തന്നെ അത് പകുതി വില വരെ ഇളവും പ്രമുഖ ബ്രാൻഡ് ഉൽപ്പന്നങ്ങൾക്കാകട്ടെ അധിക ഡിസ്കൗണ്ടും ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതിന് പുറമെ പൊതുവിതരണ ശൃംഖലയെ ശക്തിപ്പെടുത്തിക്കൊണ്ട് സൗജന്യ ഓണക്കിറ്റുകൾ മഞ്ഞ റേഷൻ കാർഡ് ഉടമകൾക്കും ക്ഷേമ സ്ഥാപനങ്ങൾക്കും ഓഗസ്റ്റ് 10 മുതൽ വിതരണം ചെയ്യുന്നതിനൊപ്പം തന്നെ നീല കാർഡുകാർക്ക് അധിക ധാന്യവിഹിതമായിട്ട് 3 കിലോ അരിയും 2 കിലോ ഗോതമ്പും മിതമായ നിരക്കിൽ കൈമാറും. സ്റ്റോക്കുകൾ ഉറപ്പാക്കാനും തിരക്ക് ഒഴിവാക്കാനുമായി ഉപഭോക്താക്കൾ റേഷൻ കാർഡുമായി ഓഗസ്റ്റ് 10-നും 20-നും ഇടയിലുള്ള തീയതികളിൽ തന്നെ ഈ പർച്ചേസുകളൊക്കെ തന്നെ പൂർത്തിയാക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാവുകയാണ്. എല്ലാവരിലേക്കും നിങ്ങളെ വിളിച്ചപ്പോൾ തന്നെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും കൃത്യമായി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കമൻറ്റിൽ നൽകിയിട്ടുണ്ട്. സോ എല്ലാ പ്രേക്ഷകരും മറക്കാതെ ഏതെങ്കിലും ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. വാർത്തകൾ എല്ലാവരിലേക്കും ഷെയർ ചെയ്യുക. വീഡിയോ ഡെയിലി അപ്ഡേറ്റ്സുമായിട്ട് നമുക്ക് നാളെ കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ഡെയിലി അപ്ഡേറ്റ്സും ലഭിക്കാൻ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. നിങ്ങളുടെ ലൈക്കും ഷെയർ നൽകി ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.